അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഓർമ്മ ഒരു ആനിമി ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആനിമിയോ സീരീസോ ഒന്നുമല്ല, അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന മൂവിയാണ്. ഈ സിനിമ 2 പാർട്ടുകളായിട്ടാണ് ഉള്ളത്. അറ്റാക്ക് ഓൺ ടൈറ്റൻസ് പാർട്ട് 1, അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എൻഡ് ഓഫ് ദ വേൾഡ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റൻസ് കാണാൻ മനുഷ്യനെ പോലെയാണെങ്കിലും നമുക്ക് ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അവരുടെ വലുപ്പം. പിന്നെ അവരുടെ ആഹാരം അത് മനുഷ്യരാണ്. അതും വളരെ ക്രൂരമായിട്ടാണ് അവർ മനുഷ്യരെ ഭക്ഷിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യരെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, മറ്റൊന്നും ഭക്ഷിക്കില്ല. 100 വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റൻസ് ഭൂമിയിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ എവിടെ നിന്നാണ് വന്നത്, അവർക്ക് എന്താണ് വേണ്ടത്, ആർക്കും തന്നെ അറിയില്ല. അവർ മനുഷ്യരാശിയുടെ ഭൂരിഭാഗവും വിഴുങ്ങി മനുഷ്യരുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമായി മാറി. അതിനെ അതിജീവിച്ച മനുഷ്യർ എല്ലാവരും കൂടി 3 കൂറ്റൻ മതിലുകൾ സ്ഥാപിച്ചു. ഇതിൽ ഓരോ ചുറ്റുമതിലിലും താമസിക്കുന്ന ആൾക്കാർ ആദ്യത്തെ ചുറ്റുമതിലിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്, കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ. രണ്ടാമത്തേത് ഉദ്യോഗസ്ഥരും അവരുടെ ഫാമിലിയും അങ്ങനെയുള്ളവരാണ്. മൂന്നാമത്തേതാണ് റോയൽ ക്യാപിറ്റൽ. ഇവിടെയാണ് പണക്കാരും ഉയർന്ന ഉദ്യോഗസ്ഥരും താമസിക്കുന്നത്. ഈ മതിൽ സ്ഥാപിച്ചിട്ട് ഇന്നേക്ക് 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ മതിലിന് 100 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ മതിലിന്റെ നിലനിൽപ്പിന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. ഇനി നമുക്ക് കഥയിലേക്ക് വന്നാൽ, ഒരു പയ്യൻ അവൻ എങ്ങോട്ടോ തിരക്കിട്ട് ഓടുകയാണ്. ഇവന്റെ പേര് ആർമിൻ. അവൻ ഓടി ഓടി ചെന്നെത്തി നിൽക്കുന്നത് മിക്കാസയുടെ വീടിന് മുന്നിലാണ്. മിക്കാസ ഇവളാണ് ഈ കഥയുടെ നായിക. ആർമിനും മിക്കാസയും കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു മലമുകളിലേക്ക് വന്നു നിന്നു. അവിടെ അവരെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ട്, എറിൻ ഈഗർ. ഇവനാണ് ഈ കഥയുടെ നായകൻ. ഈ ആർമിൻ, മിക്കാസ, എറിൻ ഇവരെല്ലാവരും ആദ്യത്തെ ചുറ്റുമതിലിൽ ജനിച്ചു വളർന്നവരാണ്. എറിനും മിക്കാസയും തമ്മിൽ ഇഷ്ടത്തിലാണ്. എറിൻ എന്തിന്റെയോ മുകളിലായാണ് നിൽക്കുന്നത്. അത് ടൈറ്റൻസുമായുള്ള യുദ്ധത്തിൽ പ്രവർത്തിക്കാതെ പോയ ബോംബാണ്. മിക്കാസ ചോദിച്ചു, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എറിൻ പറഞ്ഞു, ഈ ബോംബ് ഇവിടെ ഉള്ളത് കൊണ്ട് ആരും തന്നെ ഇങ്ങോട്ട് വരാറില്ല എന്നും പറഞ്ഞ് അവൻ ബോംബിന് മുകളിൽ ഉറച്ചു ചവിട്ടുന്നു. മിക്കാസയും ഐറിനും പേടിക്കുന്നത് കണ്ട് ഐറിൻ ചിരിക്കുന്നു. പെട്ടെന്ന് അവന്റെ കാൽ വഴുതി അവൻ നിലത്തേക്ക് വീഴുന്നു. മിക്കാസ അവന്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. ആർമിൻ ചോദിച്ചു, നിന്നെ വീണ്ടും ജോലിയിൽ നിന്ന് പുറത്താക്കിയല്ലേ? ഇത് കേട്ട മിക്കാസ ചോദിച്ചു, നിനക്കെന്താ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത്? നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ഐറിൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സന്തുഷ്ടരാണോ? നമ്മൾ മതിലിനുള്ളിൽ ജനിച്ച് അതിനുള്ളിൽ തന്നെ മരിക്കുന്നു. അകത്ത് മതിലുകളിൽ വലിയ വലിയ കെട്ടിടങ്ങളും പണക്കാരുമാണ് ജീവിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അവിടെ ലഭിക്കും. നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ ആഗ്രഹമില്ലേ? ഐറിൻ തുടർന്നു, അതുപോലെ ഈ മതിലിന് പുറത്ത് എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ഇവിടെ തൃപ്തനല്ല. ഞാനും ഈ ബോംബും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് അതിന് മുകളിൽ വീണ്ടും ഒരു ചവിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ബോംബിൽ പറ്റിയിരിക്കുന്ന മണ്ണ് ഇളകി മാറുന്നു. അതിലായി ഒരു ചിത്രം തെളിഞ്ഞു വന്നു. ആ ചിത്രം ഒരു സ്ത്രീ കടൽ തീരത്ത് കിടക്കുന്നതാണ്. ആർമിൻ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഈ നീല കളറിൽ കാണുന്നത് തീർച്ചയായും ഒരു സമുദ്രമായിരിക്കും. മതിലിനുള്ളിലായതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ ആരും കടൽ കണ്ടിട്ടില്ല. അപ്പൊ മിക്കാസ മുകളിലായി ഒരു പക്ഷിയെ കണ്ടിട്ട് പറഞ്ഞു, തീർച്ചയായും ഈ പക്ഷി സമുദ്രം കണ്ടിട്ടുണ്ടാകും. ഇത് കേട്ട് ഐറിൻ ചോദിച്ചു, നിനക്ക് കാണണോ? ഞാൻ നിന്നെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും മതിലിനടുത്തേക്ക് പോകുന്നു. അവിടെയായി ധാരാളം പട്ടാളക്കാർ കാവൽ നിൽപ്പുണ്ട്. അവർ മതിലിന് മുന്നിൽ വെച്ചിരിക്കുന്ന മുള്ളുവേലിയെല്ലാം കടന്ന് മതിലിനടുത്തെത്തുന്നു. അവർ ആ മതിലിന്റെ ഹൈറ്റ് കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ ആർമിൻ പറഞ്ഞു, നമ്മൾ ഈ മതിൽ കയറാൻ പാടില്ല, കയറിയാൽ നമ്മൾ മരണപ്പെടും. അവർ പറഞ്ഞിട്ടുണ്ട് മതിലിന് പുറത്ത് മുഴുവനും ടൈറ്റൻസ് ആണെന്ന്. ഐറിൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ടൈറ്റൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? 100 വർഷമായി ആരും അവരെ കണ്ടിട്ടില്ല. എന്നിട്ടും അവരെ പേരിച്ച് നമ്മൾ ഇവിടെ ബന്ധിതരായി കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പക്ഷേ മറുവശം പറുദീസയാണെങ്കിലോ? എന്നാൽ പെട്ടെന്ന് അവിടേക്ക് 4-5 സൈനികർ ഓടി വരുന്നു. ഇത് നിരോധിത മേഖലയാണ്, ഇവിടേക്ക് വരാൻ പാടില്ല എന്നും പറഞ്ഞ് അവരെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നു. ഐറിൻ അവരെ എല്ലാം തടയാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവിടേക്ക് സൈനിക മേധാവി വന്നു. അയാളുടെ പേര് ക്യാപ്റ്റൻ സൗദ എന്നാണ്. ഇയാൾ ഐറിന്റെ അച്ഛന്റെ സുഹൃത്താണ്. അയാൾ ആ പട്ടാളക്കാരോട്, നിങ്ങൾ പൊയ്ക്കോളൂ, ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് അയാൾ ഐറിനോട് പറഞ്ഞു, പറുദീസ ചിലപ്പോൾ ജയിലായി മാറാം. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു സ്കൗട്ട് ടീം രൂപീകരിച്ചിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ മതിലിന്റെ പുറത്തേക്ക് പോകും. ഐറിൻ പറഞ്ഞു, നുണ, ഇതിനൊരിക്കലും അനുവാദം ലഭിക്കില്ല. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, മതിലിനുള്ളിലെ ജനങ്ങളുടെ മുറവിളി കൂടി വരുന്നു. അവരിവിടെ അസംതൃപ്തരാണ്. അതുകൊണ്ട് പുറത്തുപോയി ജീവിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ കണ്ടെത്തിയാൽ നമ്മൾ എല്ലാവരും സ്വതന്ത്രരാകും. ഇത് കേട്ട് ഐറിനും മിക്കാസയും സന്തോഷമാകുന്നു. എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് അവർ നിന്നിരുന്ന സ്ഥലം മുഴുവനായി കുലുങ്ങാൻ തുടങ്ങി. അവരുടെ മുന്നിലെ മതിലും കുലുങ്ങാൻ തുടങ്ങി. മതിലിന് മുകളിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ താഴേക്ക് പതിക്കുന്നു. പെട്ടെന്ന് മതിലിന് മുകളിൽ നിന്നും ഒരു അലർച്ച കേൾക്കുന്നു. അതിന്റെ മുകളിൽ ഒരു വലിയ രാക്ഷസ രൂപം. അതിനും മതിലിനേക്കാൾ ഉയരമുണ്ടായിരുന്നു. ഒരു വലിയ ടൈറ്റൻ. ഇതിന്റെ പേര് കൊളോസൽ ടൈറ്റൻ എന്നാണ്. ഇതാണ് ഇവർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടൈറ്റൻ. അതിന്റെ അലർച്ച ഒരുപാട് നേരം നീണ്ടു നിന്നു. ആ ശബ്ദം എല്ലാവരെയും ഭയത്താൽ മൂടി. ആ ടൈറ്റൻ അതിന്റെ കാലുകൊണ്ട് മതിലിൽ ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ അത് ചവിട്ടി ചവിട്ടി മതിലിലായി ഒരു വലിയ ഹോൾ ഉണ്ടാക്കുന്നു. ഐറിനും ഫ്രണ്ട്സും ഇപ്പോഴും മതിലിന്റെ ചുവട്ടിലാണുള്ളത്. ക്യാപ്റ്റൻ പട്ടാളക്കാരോട് ആക്രമിക്കാൻ റെഡിയാകാൻ പറഞ്ഞു. മതിലിൽ വിടവുണ്ടാക്കിയ ശേഷം ആ കൊളോസൽ ടൈറ്റൻ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. ഐറിൻ അത് ഉണ്ടാക്കിയ വിടവിലേക്ക് നോക്കി. അതിനു വെളിയിലായി ഒരുപാട് രൂപങ്ങൾ. അവർ പതിയെ പതിയെ ദൂരത്തിലൂടെ അകത്തേക്ക് കടന്നു. കാണാൻ മനുഷ്യനെ പോലെയാണ്, എങ്കിലും രാക്ഷസ രൂപമായിരുന്നു അവർക്ക്. അവർ എണ്ണത്തിൽ ഒരുപാടുണ്ട്, വലുതും ചെറുതുമായി. അത് മൊത്തത്തിൽ മതിലിനുള്ളിലേക്ക് കടന്നു വന്ന് പട്ടാളത്തുകാർ അവർക്ക് നേരെ പീരങ്കി ഉപയോഗിച്ച് വെടിയുതിർത്തു. അവ ടൈറ്റൻസിന് വലിയ പരുക്കുകൾ ഉണ്ടാക്കി.
എന്നാൽ ഞൊടിയിടയിൽ അവരുടെ മുറിവുകളെല്ലാം മാറി പഴയതുപോലെയായി. കൈകാലുകളെല്ലാം നഷ്ടമായിട്ടും അതെല്ലാം വേഗത്തിൽ മുളച്ചു വന്നു. പട്ടാളക്കാർക്ക് മനസ്സിലായി അവരെ കൊണ്ട് ഇനി അവരെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. ഐറിൻ കേട്ട കഥകളെല്ലാം ശരിയായിരുന്നു. ടൈറ്റൻസ് ഉണ്ടെന്നും അവയ്ക്ക് മരണമില്ല എന്നുമുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ അകത്ത് കയറിയ ടൈറ്റൻസ് അവരുടെ മുൻപിൽ കണ്ട എല്ലാവരെയും ഭക്ഷിക്കാൻ തുടങ്ങി, അതും വളരെ ക്രൂരമായ രീതിയിൽ. ഇത് കണ്ട് പേടിച്ച് ചില സൈനികർ സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഐറിനും ഫ്രണ്ട്സും അവരുടെ ഗ്രാമത്തിലേക്ക് ഓടി. എന്നാൽ അവിടെയെല്ലാം ടൈറ്റൻസ് വന്നു കഴിഞ്ഞിരുന്നു. ഒരു ദയയുമില്ലാതെ അവർ മനുഷ്യരെ ഭക്ഷിക്കാൻ തുടങ്ങി. ആളുകൾ പ്രാണഭയത്താൽ ചിതറി ഓടുന്നു. ആർമിൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. ഐറിനും മിക്കാസയും ഒരുമിച്ചാണുള്ളത്. അവർ രണ്ടുപേരും കൂടി ഓടി ഒരു വീട്ടിന് മുന്നിലെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ അവരും ആ വീട്ടിനുള്ളിൽ കയറി രക്ഷപ്പെടുമെന്ന് കരുതി അവിടേക്ക് പോകുന്നു. അപ്പോഴാണ് അവരുടെ പിറകിലായി ഒരു അമ്മയും കുഞ്ഞും തിരക്കിൽപ്പെട്ട് വീണ് കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ട മിക്കാസ ഐറിനോട് പറഞ്ഞു. ഐറിനോട് ആ അമ്മയെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. എന്നാൽ കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും താഴേക്ക് വീഴുന്നു. ഇത് കണ്ട മിക്കാസ കുഞ്ഞിനെ പോയി എടുക്കുന്നു. എന്നാൽ തിരക്കിൽപ്പെട്ട ഐറിന് മിക്കാസയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. മിക്കാസയും തിരക്ക് കാരണം ആ കുഞ്ഞിനെ പൊതിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. എന്നാൽ ആ ആൾക്കൂട്ടം ഐറിനെ തള്ളി വീട്ടിനകത്ത് കയറ്റി ഡോർ ലോക്ക് ചെയ്യുന്നു. ഐറിൻ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനകത്തുള്ളവർ അതിന് സമ്മതിച്ചില്ല. ഐറിൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞുമായി മിക്കാസ ഇരിക്കുന്നു. അവളുടെ പുറകിലായി ഒരു വലിയ ടൈറ്റൻ അവളുടെ നേർക്ക് വരുന്നു. ഐറിൻ എത്ര ശ്രമിച്ചിട്ടും ആരും ഡോർ തുറക്കാൻ കൂട്ടാക്കിയില്ല. ഐറിൻ നിസ്സഹായനായി മിക്കാസയെ നോക്കി. അവൾക്കും യാതൊന്നും ചെയ്യാൻ കഴിയാതെ അവനെ നോക്കി. പെട്ടെന്ന് ഐറിൻ നിന്നിരുന്ന വീട് ശക്തമായി കുലുങ്ങി. അവരെല്ലാവരും പുറകിലേക്ക് വീണു. അവിടെ നിന്നിട്ട് അവൻ മിക്കാസയെ നോക്കി. അവിടെ ആരും തന്നെയില്ല. അവരെല്ലാവരും എഴുന്നേൽക്കും മുൻപ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും മിക്കാസയെ നോക്കിയിട്ട് അവളെ കാണുന്നില്ല. അവന്റെ പിറകിലായി അവൻ നിന്നിരുന്ന വീടിന്റെ മേൽക്കൂര ടൈറ്റൻസ് പൊളിക്കാൻ തുടങ്ങി. അതിനകത്തുള്ളവർക്ക് ഡോർ തുറക്കാൻ സാധിച്ചില്ല. അവർ നിലവിളിക്കാൻ തുടങ്ങി. ടൈറ്റൻസ് മുഴുവൻ മേൽക്കൂരയും പൊളിച്ചു. ആൾക്കാരുടെ നിലവിളിയെല്ലാം കൂടി വന്നു. ആ ഡോറിനടിയിലൂടെ ചോര പുഴ പോലെ ഒഴുകി. ഐറിൻ ഇതെല്ലാം കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ. അവൻ ആരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. അവനൊരു ഭ്രാന്തനെ പോലെ ആ തകർന്ന ഗ്രാമത്തിലേക്ക് നടന്നുപോയി. അവിടെ നിന്ന് കട്ട് ചെയ്താൽ 2 വർഷങ്ങൾക്ക് ശേഷം ഐറിനും ആർമിനും ഒരു സ്കൗട്ട് റെജിമെന്റിന് കീഴിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഐറിൻ ഇപ്പോഴും പഴയ കാര്യങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. ഈ പുതിയ സ്കൗട്ട് ടീം രൂപീകരിച്ചതിന്റെ ഉദ്ദേശം എന്തെന്നാൽ 2 വർഷം മുമ്പ് കൊളോസൽ ടൈറ്റൻ മതിലിലുണ്ടാക്കിയ ഹോൾ എങ്ങനെയും അടയ്ക്കണം. എന്തെന്നാൽ ഒന്നാമത്തെ മതിൽ മുഴുവൻ ഇപ്പോൾ ടൈറ്റൻസിന്റെ കൺട്രോളിലാണ്. ഇവരെല്ലാം ഇപ്പോൾ താമസിക്കുന്ന 2ാമത്തെ ചുറ്റുമതിലിനകത്താണ്. ഇതിനെ പറ്റിയല്ല ഇവരുടെ സ്കൗട്ട് ലീഡർ ഹൻസ് ഇവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ടൈറ്റൻസിനെ നേരിടാനായി അവർ ഒരു ആയുധം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിലത്ത് നിന്ന് ഇവർക്ക് ടൈറ്റൻസിനെ ആക്രമിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഈ മെഷീന്റെ പേര് ഒമ്നി ഡയറക്ഷണൽ മൊബിലിറ്റി ഗിയർ, ODMG ആണ് ഇതിന്റെ ഷോർട്ട് ഫോം. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്നാൽ ഒരു എക്സാമ്പിൾ പറയുക, നമ്മുടെ സ്പൈഡർമാൻ വല ഉപയോഗിച്ച് തൂങ്ങിപ്പോകില്ലേ, അതുപോലെ തന്നെയാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് ടൈറ്റൻസിനെ എങ്ങനെ കൊല്ലുമെന്നാൽ ടൈറ്റൻസിന്റെ കഴുത്തിന്റെ പുറകു ഭാഗമാണ് ടൈറ്റൻസിന്റെ ദുർബലമായ ഭാഗം. അവിടെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ ടൈറ്റൻസ് തൽക്ഷണം മരിച്ചു വീഴും. ഇതിലെ സ്കൗട്ട് ലീഡർ ഒരു ചെറിയൊരു കോമഡി ക്യാരക്ടറാണ്. ഇവരുടെ വിവരണമെല്ലാം കേട്ട് എല്ലാവരും കിളിപോയി നിൽക്കുകയാണ്. എന്നിട്ട് അവർ ഒരു കാര്യം കൂടി പറയും, അവിടേക്ക് പോകുന്ന നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. അവിടെ നമ്മളെ സഹായിക്കാൻ ക്യാപ്റ്റൻ ഷികിഷിമയുണ്ട്. അദ്ദേഹം ധാരാളം ടൈറ്റൻസിനെ കൊന്നിട്ടുണ്ട്. നമ്മൾ അവിടെ പോയി അയാളുടെ ടീമിനോട് ജോയിൻ ചെയ്താൽ മതി. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഐറിനും ആർമിനും കൂടാതെ ആ സ്കൗട്ട് ടീമിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ട്. ഹന്ന, സാഷ, ജെയിൻ ക്രിസ്റ്റിൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ ആർമിന് സാഷയോട് ചെറിയ താല്പര്യമുണ്ട്. ഇതിൽ ഹന്നയ്ക്ക് ഐറിനോട് ചെറിയ താല്പര്യമുണ്ട്. എന്നാൽ ഐറിൻ അവളെ കണ്ട ഭാവം കാണിക്കത്തില്ല. അടുത്തത് ജെയിൻ ക്രിസ്റ്റിൻ. ഇവൻ ഈ സ്കൗട്ട് ടീമിൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. കാരണം ഇവൻ ജനിച്ചത് ഈ 2ാമത്തെ മതിലിനകത്താണ്. ഇവൻ ഇതിൽ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇവന്റെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഇവൻ ഇതിൽ ചേരേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ എല്ലാ കാര്യത്തിലും ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് മുൻപുണ്ടായിരുന്ന സ്കൗട്ട് ടീം റെജിമെന്റ് മൊത്തത്തിൽ കൊല്ലപ്പെട്ടു. അവർക്കിപ്പോൾ നമ്മളെ കിട്ടി, നമ്മളും മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ട ഇവരുടെ സ്കൗട്ട് ടീമിലെ ലീ എന്ന് പറയുന്ന പെൺകുട്ടി ഈ മരണത്തെ പറ്റിയുള്ള സംസാരം ഒന്ന് മതിയാക്കാമോ എന്ന് ചോദിച്ചു. കാരണം അവൾക്ക് ഇവിടെ തന്നെ ഒരു കാമുകനുണ്ട്. ഇവിടെ നിന്ന് പുറത്തു പോയാൽ കല്യാണം കഴിക്കാനാണ് അവളുടെ തീരുമാനം. എന്നാൽ ഇവന്റെ സംസാരം കേട്ട് അവൾ വല്ലാതെ ഭയപ്പെടുന്നു. ഇത് കണ്ട് അവളുടെ കാമുകൻ അവളോട് പറയും, നീ പേടിക്കണ്ടേ, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ സാഷ ആർമിനോട് ഇവൻ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അതിന് ആർമിൻ പറയും, ഒരുപക്ഷെ അവന് ടൈറ്റൻസിനെ പേടിയായിരിക്കും എന്ന് പറയും. ഈ ജെയിം ക്രിസ്റ്റിനെ നമുക്ക് ക്രിസ്ത്യൻ എന്ന് വിളിക്കാം. ക്രിസ്ത്യൻ ഇത് കേൾക്കുന്നു. അവൻ ദേഷ്യത്തിൽ ആർമിനെ ഷർട്ടിൽ തൂക്കിയെടുക്കുന്നു. അവിടേക്ക് ഐറിൻ വന്നു. എന്നിട്ട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ടൈറ്റൻസിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവർക്ക് നിപ്പിൾസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഐറിൻ തുടർന്നു, സ്വപ്നത്തിൽ പോലും ഒരു ടൈറ്റൻസിനെ നീ കണ്ടിട്ടുണ്ടാകില്ല. ഉൾനാട്ടിൽ ജനിച്ച് ലാളിച്ച് വളർത്തിയ ഒരു കുട്ടിയിൽ നിന്നും കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് കേട്ട ക്രിസ്ത്യന് നല്ലതുപോലെ കൊള്ളുന്നുണ്ട്. അവൻ ആർമിനെ വിട്ട് ഐറിന്റെ നേർക്ക് ചെല്ലുന്നു. പെട്ടെന്ന് ഇവിടെ പുറകിലായ സ്കൗട്ട് ലീഡർ ഹന്ന പറഞ്ഞു, അവർക്ക് നിപ്പിൾസ് ഇല്ല. ടൈറ്റൻസിന് പ്രത്യുൽപാദന അവയവങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ പെറ്റുപെരുങ്ങുന്നത് എങ്ങനെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ മരിക്കുമ്പോൾ തന്നെ അവർ ബാഷ്പീകരിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ടൈറ്റൻസ് മരിക്കുന്ന സമയം അവരുടെ ശരീരം ഉടനെ തന്നെ ഇല്ലാതാകുന്നു. ഒരു ടൈറ്റനെ ജീവനോടെ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് അത് എങ്ങനെ ഉണ്ടായി, അവരെങ്ങനെ പ്രചരണം നടത്തുന്നു എന്നെല്ലാം അറിയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ജീവനോടെ പിടിക്കുക എന്നത് അസാധ്യമായ
കാര്യമാണ് എന്നും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ക്രിസ്റ്റ്യന് അപ്പോഴും വിടാൻ ഉദ്ദേശമില്ല. അവൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഒരു ടൈറ്റനെ കണ്ടപ്പോൾ സ്വന്തം പെൺകുട്ടിയെ വിട്ടിട്ട് ഓടിപ്പോയ ഒരുത്തിനെ പറ്റി. ഇത് കേട്ട് ഐറിന് ദേഷ്യം അടക്കാൻ സാധിച്ചില്ല. ഐറിൻ അവനെ തല്ലാനായി അവന്റെ നേർക്ക് പോകുന്നു. എന്നാൽ എല്ലാവരും കൂടി അവനെ തടഞ്ഞു നിർത്തുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ഐറിനും ആർമിനും അവിടെ വെച്ച് ക്യാപ്റ്റൻ സൗദയെ കാണുന്നു. 2 വർഷം മുമ്പ് ഇവരെ പട്ടാളക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഇയാളാണ്. അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അയാളുടെ ഭാര്യയും മകളും ടൈറ്റൻസിന്റെ ആക്രമണത്തിൽ മരിച്ചു. ഐറിനോട് അയാൾ ചോദിച്ചു, നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൾ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഐറിൻ തല താഴ്ത്തി നിന്നു. എന്നിട്ട് പറഞ്ഞു, അത് എന്റെ തെറ്റായിരുന്നു. ആ സീൻ അവിടെ നിന്ന് കട്ടാവുന്നു. എന്നിട്ട് അന്ന് രാത്രി എല്ലാവരും ടൈറ്റനെ നേരിടാനായി സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി റെഡിയാകുന്നു. അങ്ങനെ അവരെല്ലാം റെഡിയായി ഒന്നാമത്തെ മതിലിലേക്ക് യാത്രയാകുന്നു. പോകുന്ന വഴിക്ക് അവരുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ടൈറ്റൻ രാത്രിയിൽ ഉറങ്ങാറാണ് പതിവ്. എന്നാൽ മനുഷ്യരുടെ ശബ്ദം അവരെ ഉണർത്തും. മനുഷ്യരുടെ ശബ്ദത്തോട് അവർ പെട്ടെന്ന് പ്രതികരിക്കും. അതുകൊണ്ട് സ്കൗട്ട് ലീഡർ പറയും, നിങ്ങൾ നിലവിളിക്കും മുൻപ് നിങ്ങളുടെ നാവുകൾ കടിച്ചു പിടിക്കണം. അങ്ങനെ കുറെ ദൂരം ചെന്ന് അവർ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുന്നു. ചുറ്റുപാടുകളെല്ലാം നോക്കി അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി ലൈറ്റുകൾ തെളിയിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴാണ് ഹന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. ഹന്ന പറഞ്ഞു, നമുക്ക് ആ കുട്ടിയെ സഹായിക്കണം. ഇത് കേട്ട ക്രിസ്റ്റ്യൻ പറഞ്ഞു, മണ്ടത്തരം ഒന്നും കാണിക്കരുത്, ഇതല്ല നമ്മുടെ ജോലി. എന്നാൽ ഹന്ന അതിന് ചെവി കൊടുക്കാതെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പോയി. അവളുടെ പുറകെ ഐറിനും പോകുന്നുണ്ട്. അവർ രണ്ടുപേരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ ഹന്നയുടെ തോളിൽ ദ്രാവകം പോലെ എന്തോ ഒന്ന് മുകളിൽ നിന്ന് ഒലിച്ചു വീണു. ഇത് കണ്ട ഐറിൻ മുകളിലേക്ക് ലൈറ്റടിക്കും. അപ്പോഴാണ് അവിടെ ഒരു കുഞ്ഞു ടൈറ്റൻ. കാണാൻ മനുഷ്യ കുഞ്ഞു പോലെ തന്നെ, എങ്കിലും അതിന് മനുഷ്യനേക്കാളും പല മടങ്ങ് വലുപ്പം ഉണ്ടായിരുന്നു. അതിന്റെ കരച്ചിലും ഒരു കുഞ്ഞ് കരയുന്നത് പോലെയാണ്. ആ കുട്ടി ടൈറ്റൻ ഇവരുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അത് കുഞ്ഞായതിനാൽ അതിന് നടക്കാൻ കഴിയില്ല. ഇവരെ കണ്ടതും അത് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ ശബ്ദം അവിടെ മുഴുവനും നിറഞ്ഞു. ഇതിനു പുറമെ നമ്മുടെ ഹന്നയും പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഐറിൻ അവളുടെ വാ പൊത്തി വെളിയിലേക്ക് ഓടി. പക്ഷെ അപ്പോഴേക്കും ടൈറ്റൻസ് എല്ലാം ഉണർന്നു കഴിഞ്ഞിരുന്നു. ഇവിടെ പുറത്തുള്ളവരെല്ലാം പേടിച്ച് 4 ചുറ്റും നോക്കുന്നു. കൂടെയുള്ളവർ പേടിച്ച് നിലവിളിക്കാനും തുടങ്ങി. ഇത് കേട്ട ടീം ക്യാപ്റ്റൻ അവരോട് ഒച്ച വയ്ക്കാതെ നമ്മളെ അവർ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ കൈ വന്ന് ക്യാപ്റ്റനെ എടുത്തുകൊണ്ട് പോകുന്നു. അയാൾ അതിന്റെ കയ്യിൽ അകപ്പെട്ടിട്ടും എല്ലാവരോടുമായി പറയുന്നു, ആരും ഒച്ച വയ്ക്കരുത്, അവർ നമ്മളെ കണ്ടെത്തും. ആ ടൈറ്റൻ അയാളെ കടിച്ചു കൊല്ലുന്നു. ഇത് കണ്ട ടീമിലുള്ള എല്ലാവരും പേടിച്ചിട്ടാണെങ്കിലും ശബ്ദം ഉണ്ടാക്കാതെ ഒരുമിച്ച് നിന്നു. പെട്ടെന്ന് അവരുടെ പുറകിലായി ഹന്ന നിലവിളിച്ചുകൊണ്ട് ഓടി വരുന്നു. അവളുടെ പുറകിലായി ഐറിനും ഉണ്ട്. അവരുടെ പുറകിലായി ഒരു പറ്റൻ ടൈറ്റൻസ്. അവരെല്ലാം കൂടി ഇവരുടെ നേർക്കാണ് വരുന്നത്. സ്കൗട്ട് ലീഡർ ഹൻസ് ഉറച്ചു വിളിച്ചു പറയും, എല്ലാവരും ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടൂ. ഇത് കേട്ട് എല്ലാവരും ഓടിയെങ്കിലും ടൈറ്റൻസ് അവരെ വളഞ്ഞു. അവർ പിടിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ച സമയത്ത് ഒരാൾ ODMG ഉപയോഗിച്ച് പറന്നു വന്ന് ഒരു ടൈറ്റന്റെ കഴുത്തിൽ വെട്ടുന്നു. ആ ടൈറ്റൻ തൽക്ഷണം നീരാവിയായി പോകുന്നു. അത് ക്യാപ്റ്റൻ ഷികിഷിമയായിരുന്നു. അയാൾ ഇവരുടെ മുന്നിലായി വന്നു നിന്നു. അയാളുടെ പുറകിലായി മറ്റൊരു ടൈറ്റൻ ഓടി വന്നു. ആ ടൈറ്റനെ മറ്റൊരാൾ പറന്നു വന്ന് കഴുത്തറുത്ത് കൊല്ലുന്നു. എന്നിട്ട് ഇവരുടെ മുന്നിലായി ലാൻഡ് ചെയ്യുന്നു. അയാൾ ഇവരുടെ നേർക്ക് പതിയെ നോക്കി. അതൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മറ്റാരുമല്ല, നമ്മുടെ ഐറിന്റെ മിക്കാസയായിരുന്നു. ഐറിനും ആർമിനും ഇത് കണ്ട് ഞെട്ടി നിന്നു. എന്നാൽ അവൾ ഇവരാരെയും കണ്ട ഭാവം കാണിച്ചില്ല. അവളും ക്യാപ്റ്റൻ ഷികിഷിമയും അവിടെ നിന്ന് പറന്നു പോകുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇതാണ് ഡയറക്ടർ ജനറൽ കുബാൾ. ഇദ്ദേഹത്തിനാണ് ഈ മതിലുകളുടെ മുഴുവൻ അധികാരമുള്ളത്. അയാൾ ഇപ്പോൾ ഇവിടെ വന്നതിന് കാരണം മതില് തിരിച്ച് പഴയ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ സ്ഫോടക വസ്തുക്കൾ വേണം. അത് ഇവിടുത്തെ പഴയ സൈനിക താവളത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ടൈറ്റൻസിന്റെ അറ്റാക്കിൽ സൈനികരെല്ലാം മരണപ്പെട്ടതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ ക്യാപ്റ്റൻ ഷികിഷിമയെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഡയറക്ടർ ജനറൽ ഷികിഷിമയോട് നന്ദി പറയുന്നുണ്ട്. ഷികിഷിമ പറഞ്ഞു, ടൈറ്റൻസിന്റെ അറ്റാക്കിൽ സ്ഫോടക വസ്തുക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ ഞാൻ ഈ ഡോർ തുറക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് തുറക്കാൻ സാധിച്ചില്ല. ഡയറക്ടർ ജനറൽ പറഞ്ഞു, ഇതൊരു ആർമി സീക്രട്ട് ആണ്. ഈ ഡോർ വഴി അകത്ത് കയറാൻ സാധിക്കില്ല. പകരം ഇതിന് മറ്റൊരു വഴിയാണുള്ളത്. അത് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട ഷികിഷിമയുടെ മുഖം മാറുന്നുണ്ട്. അങ്ങനെ അവർ സ്ഫോടക വസ്തുക്കളെല്ലാം വണ്ടിയിൽ കയറ്റുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ക്രിസ്റ്റ്യൻ നമ്മുടെ ഐറിനെ ഇടിച്ച് താഴെ ഇടുന്നു. എന്നിട്ട് പറഞ്ഞു, നീയാണ് ഇതിനെല്ലാം കാരണം. ക്രിസ്റ്റ്യൻ അറിയാം അത് അങ്ങനെയല്ല എന്ന്. എന്നാലും ക്രിസ്റ്റ്യന് അവന്റെ ദേഷ്യം തീർക്കാൻ കിട്ടിയ അവസരം അവൻ മുതലെടുത്തു. അവൻ പറഞ്ഞു, നിനക്ക് ചാകണമെങ്കിൽ നീ ഒറ്റയ്ക്ക് ചെത്തോ, എല്ലാവരെയും കുരുതി കൊടുക്കരുത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഐറിൻ എണീറ്റിട്ട് പറഞ്ഞു, നിന്റെ പാൻസിന് എന്താ മൂത്രത്തിന്റെ ഗന്ധം? ടൈറ്റൻസ് നിന്നെ പേടിപ്പിച്ചോ എന്ന് ചോദിച്ചു. ക്രിസ്റ്റ്യന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. ഐറിനെ നേർക്കവൻ പാഞ്ഞെടുത്തു. എന്നാൽ ഐറിൻ ക്രിസ്റ്റ്യനെ അടിച്ച് താഴെ ഇടുന്നു. ക്രിസ്റ്റ്യൻ വിട്ടുകൊടുക്കാതെ വീണ്ടും എണീറ്റ് വന്നു. ഐറിനെ തല്ലുന്നു. അവസാനം ഐറിൻ അവന്റെ കാലുകൊണ്ട് ക്രിസ്റ്റ്യന്റെ തലയ്ക്ക് ഒരു കിക്ക് കൊടുക്കുന്നു. അതോടെ ക്രിസ്റ്റ്യന്റെ ബോധം പോകുന്നു. അവൻ നിലത്ത് വീണു. പെട്ടെന്ന് ഐറിനെ ആരോ പുറകിലേക്ക് വലിച്ചിടുന്നു. നോക്കിയപ്പോൾ അത് മിക്കാസയായിരുന്നു. അവൾ പറഞ്ഞു, ശല്യം ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആർമിൻ ചോദിച്ചു, മിക്കാസ ഇത് നീയല്ലേ, നിനക്കെന്താ സംഭവിച്ചത്? മിക്കാസ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. അടുത്ത് കാണിക്കുന്നത് ക്രിസ്റ്റ്യനെ ക്യാപ്റ്റൻ സൗദയും ഫ്രണ്ട്സും ചേർന്ന് അവന്റെ മുഖത്ത് പറ്റിയ മുറിവിന് മരുന്ന് വയ്ക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, നിനക്കെന്താ അവനോട് ഇത്രയും ദേഷ്യം? ക്രിസ്റ്റ്യൻ പറഞ്ഞു, അവന്റെ മുഖം കണ്ടാൽ ഈ ലോകത്തിന്റെ മുഴുവൻ ദുരിതവും അവ ഒറ്റയ്ക്കാണ് ചുമക്കുന്നത് പോലെ തോന്നും എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ഫ്രണ്ട്സ് ചോദിച്ചു, അവന്റെ ഗേൾ ഫ്രണ്ട് മരിച്ചത് ഉള്ളതാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ക്യാപ്റ്റൻ സൗദ പറഞ്ഞു, അത് ഉള്ളതാണ്, അവളുടെ പേരാണ് മിക്കാസ. ഇത് കേട്ട ക്രിസ്റ്റ്യനും അവന്റെ ഫ്രണ്ടും ഞെട്ടുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ മിക്കാസയെ കാണിക്കുന്നു. അവൾ ഒരു പിയാനയും വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവിടേക്ക് ഐറിൻ വന്നു. അവൻ മിക്കാസ എന്ന് വിളിക്കുന്നു. എന്നിട്ട് അവൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, നിന്നെ കണ്ടതിൽ സന്തോഷമുണ്ട് എന്ന്. അവൾ തിരിഞ്ഞിട്ട് ചോദിച്ചു, സന്തോഷമോ? ആ കുഞ്ഞ് മരിച്ചു, അതുപോലെ തന്നെ ഞാനും. എന്നിട്ട് അവൾ അവളുടെ ശരീരത്തിൽ അന്ന് സംഭവിച്ച മുറിവ് കാണിച്ചു കൊടുക്കുന്നു. മിക്കാസ അന്ന് വലിയ മുറിവുകളോട് കൂടിയാണ് രക്ഷപ്പെട്ടത്. ഇത് കണ്ട ഐറിൻ
ഐറിൻ തളർന്ന് നിലത്തിരുന്നു. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ എണീക്കുമ്പോൾ ഐറിന്റെ തലയിൽ ഒരു ആപ്പിൾ വന്ന് വീഴുന്നു. ഐറിൻ അത് ആരാണെന്ന് നോക്കിയപ്പോൾ അത് ക്യാപ്റ്റൻ ഷിൻഷിമയായിരുന്നു. അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ തടസ്സപ്പെടുത്തിയോ എന്ന്. മിക്കാസ ഇല്ല എന്ന് പറഞ്ഞു. അയാൾ ഒരു ആപ്പിൾ കടിച്ചുകൊണ്ട് മിക്കാസയുടെ അടുത്ത് ചേർന്ന് നിന്ന് അത് മിക്കാസയോട് കഴിക്കാൻ പറയുന്നു. അവളും അത് കഴിക്കുന്നു. അവളും അത് കഴിച്ചുകൊണ്ട് ഐറിന് നേർക്ക് നോക്കുന്നു. ഇത് കണ്ട് ഐറിൻ പൂർണ്ണമായും തകർന്ന് നിസ്സഹായനായി പുറത്തേക്ക് വന്നു. അവന്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമായി എന്നത് അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ ഉച്ചത്തിൽ ഇളറാൻ തുടങ്ങി. പെട്ടെന്ന് ഹന്ന വന്ന് അവന്റെ വാ പൊത്തുന്നു. എന്നിട്ട് അവൾ ചോദിച്ചു, നീ ടൈറ്റൻസിനെ വിളിച്ചു വരുത്തുകയാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഐറിൻ ഒന്ന് സമാധാനപ്പെടുന്നു. അവൾ അവനെയും വിളിച്ച് ആളൊഴുങ്ങി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നിട്ട് അവൾ അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അവൾ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, നിനക്കൊരു സിംഗിൾ മദർ ആയതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അവൾ അവന്റെ കൈ പിടിച്ച് അവനോട് ചോദിച്ചു, എന്റെ മകൾക്ക് ഒരു അച്ഛനാകാൻ നിനക്ക് സാധിക്കുമോ എന്ന്. പെട്ടെന്ന് ഐറിൻ അവരുടെ പുറകിലായി ഒരു വലിയ കണ്ണ് കണ്ടു. ആ ടൈറ്റൻ എവിടെ കണ്ടു. അത് പെട്ടെന്ന് ഹന്നയുടെ കാലിൽ കടിച്ച് വലിച്ചെടുത്തു. ഐറിൻ അവളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റിയില്ല. അവൾ അതിന്റെ വായിലായി. അപ്പോൾ അവൾ വിളിച്ചു പറയും, ഞാൻ ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് അവൾ വിളിച്ചു പറയും. അപ്പോഴേക്കും ടൈറ്റൻ അവളെ മുഴുവനായി വിഴുങ്ങിയിരുന്നു. ഐറിൻ ദേഷ്യത്തിൽ ODMGയെ എടുത്ത് ടൈറ്റനെ നേരിടാൻ ഇറങ്ങി. അവിടേക്ക് ധാരാളം ടൈറ്റൻസ് വന്നു തുടങ്ങി. ഇത്തവണ സ്കൗട്ട് ടീം എല്ലാവരും ധൈര്യം സംഭരിച്ച് ടൈറ്റനെ നേരിടാൻ ഇറങ്ങി. മിക്കാസയും ഷിൻഷിമയും കൂടി ടൈറ്റൻസിനെ കൊല്ലാൻ തുടങ്ങി. മറ്റൊരു സ്ഥലത്ത് സ്കൗട്ട് ടീമിൽ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നല്ലോ, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവർ. അതിൽ ആ പയ്യൻ മരിച്ചു. ആ പെൺകുട്ടി ലീ അവന്റെ ശരീരത്തിന് മുന്നിലായിരുന്നു കരയുന്നു. ആരെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കാമോ, അവൻ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും ജീവനുണ്ട് എന്നും പറയും കരയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ സൗദ അവിടേക്ക് വന്ന് നോക്കിയിട്ട് പറയും, എന്നോട് ക്ഷമിക്കൂ, അവൻ ഇനി വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞ് അവളെ ബലമായി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. പെട്ടെന്ന് ഇവിടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വണ്ടി മുഖംമൂടി അണിഞ്ഞ് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. പെട്ടെന്ന് ആ വണ്ടിയിലേക്ക് കുറച്ച് തീ ബോംബുകൾ വന്ന് വീഴുന്നു. നോക്കുമ്പോൾ അത് ലീ ആയിരുന്നു. അവൾ ആ വണ്ടി ഓട്ടിച്ചിരുന്നവനെ ചവിട്ടി പുറത്താകുന്നു. എന്നിട്ട് ആ വണ്ടിയുമായി ടൈറ്റൻസിന് നേരെ വേഗത്തിൽ ഓടിക്കുന്നു. പുറകിലായി എല്ലാവരും വണ്ടി നിർത്താൻ പറഞ്ഞ് അതിന്റെ പുറകിലായി ഓടുന്നു. എന്നാൽ അവൾ ആ വണ്ടി ടൈറ്റൻസിന് നേരെ ഇടിച്ചു കയറ്റി. അവളോടൊപ്പം ആ വണ്ടിയും ടൈറ്റൻസും എല്ലാം പൊട്ടിച്ചെതറി. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവിടേക്ക് നോക്കുമ്പോൾ ആ ടൈറ്റൻസ് എല്ലാം വീണ്ടും എഴുന്നേറ്റ് വരുന്നു. ആ ബോംബിന് അവരെ കൊല്ലാൻ സാധിക്കില്ല. അവർ വീണ്ടും ആളുകളെ ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഐറിൻ കളത്തിൽ ഇറങ്ങുന്നത്. അവൻ ODMG ഉപയോഗിച്ച് ടൈറ്റൻസിനെ നേരിട്ടു. 1-2 ടൈറ്റൻസിനെ കൊല്ലുന്നുമുണ്ട്. എന്നാൽ ആ പോരാട്ടം ഒരുപാട് നേരം നീണ്ടു നിന്നില്ല. അവനൊരു ടൈറ്റന്റെ വായിൽ കുടുങ്ങുന്നു. ആ ടൈറ്റൻ അവന്റെ കാലിൽ കടിച്ച് പുറത്തേക്ക് തൂക്കുന്നു. അതിൽ അവന്റെ കാല് മുറിഞ്ഞു പോകുന്നുണ്ട്. അവൻ തെറിച്ച് ദൂരെയായ ഒരു ബിൽഡിങ്ങിന് മുകളിൽ പോയി വീഴുന്നു. കാല് മുറിഞ്ഞ് ചോര വാർന്ന് അവൻ അവിടെ കിടന്നു. താഴെ ആർമിൻ ഐറിനെ കണ്ടോ എന്ന് എല്ലാവരോടുമായി അന്വേഷിക്കുന്നു. പെട്ടെന്ന് ഒരു വലിയ കൈ വന്ന് ആർമിനെ തൂക്കിയെടുത്തു. ഇത് കണ്ട സാഷ അവനെ രക്ഷിക്കാനായി ആ ടൈറ്റന് നേരെ അമ്പുകൾ അയക്കുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. ആർമിനെ ആ ടൈറ്റൻ വായിലാക്കുന്നു. ഐറിൻ ഇത് കണ്ട് പറന്നു ചെന്ന് ആർമിനെ അതിന്റെ വായിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇടുന്നു. പക്ഷെ പകരം ഐറിൻ ടൈറ്റന്റെ വായിലേക്ക് വീഴുന്നു. അവന്റെ കൈ മുറിഞ്ഞ് പുറത്തേക്ക് വീഴുന്നു. ആ കൈ വന്ന് വീഴുന്നത് ആർമിന് മുന്നിലാണ്. ഐറിൻ അവന്റെ സ്വന്തം ജീവൻ കളഞ്ഞാണ് അവന്റെ സുഹൃത്തിനെ രക്ഷിച്ചത്. ബാക്കി വന്ന സ്കൗട്ട് ടീം എല്ലാവരും ഒരു ബിൽഡിങ്ങിന് മുകളിൽ കുടുങ്ങുന്നു. ആ ബിൽഡിങ്ങിന് ചുറ്റും നിറയെ ടൈറ്റൻസും ഉണ്ട്. അവർ ഓരോരുത്തരെ വീതം പിടികൂടുന്നു. അവർ ഓരോരുത്തരെ വീതം പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അവിടേക്ക് മിക്കാസ പറന്നു വരുന്നു. അവളെ കണ്ട ആർമിൻ അവളെ വിളിച്ച് സങ്കടത്തിൽ ഐറിന്റെ കൈ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട മിക്കാസയുടെ മുഖം മാറുന്നു. അവളുടെ മുഖം ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് അവൾ ദേഷ്യത്തിൽ ടൈറ്റനെ നേരിടാനായി അതിന് നേർക്ക് പറന്നു പോകും. അപ്പോൾ കൂടെയുള്ളവർ വിളിച്ചു പറഞ്ഞു, നിന്റെ ODMGയുടെ ഗ്യാസ് തീരാറായി എന്ന് പറഞ്ഞു. അതൊന്നും മൈൻഡാക്കാതെ അവൾ ടൈറ്റനെ നേരിട്ടു. അവളുടെ നേരെ വന്ന എല്ലാ ടൈറ്റൻസിനെയും അവൾ അരിഞ്ഞു വീഴ്ത്തി. എന്നാൽ ഗ്യാസ് തീർന്ന് അവൾ താഴേക്ക് വീഴുന്നു. അവളുടെ വാൾ മുറിഞ്ഞു പോകുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ പണ്ട് ഐറിൻ ഇട്ട് കൊടുത്ത സ്കാർഫ് ചുറ്റിയിരിക്കുന്നത് കാണുന്നത്. അത് ഇപ്പോഴും അവൾ സൂക്ഷിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ മുന്നിലായി ഐറിനെ വിഴുങ്ങിയ ടൈറ്റൻ വന്നു നിന്നു. അവൾ പിന്മാറാതെ മുറിഞ്ഞ വാളും നീട്ടി അതിന് മുന്നിൽ നിന്നു. പെട്ടെന്ന് ആ ടൈറ്റൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് 2 വലിയ കൈകൾ അതിന്റെ വായിലൂടെ പുറത്തേക്ക് വന്ന് അതിന്റെ തല 2ആയി കീറുന്നു. കീറുന്ന ആ ടൈറ്റൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് അതിനുള്ളിൽ നിന്നും ഒരു വലിയ ഭീകരരൂപിയായ ഒരു ടൈറ്റൻ ഉണ്ടാകും. ആ ടൈറ്റൻ ഉച്ചത്തിൽ അലറി. എന്നിട്ട് അത് ഓടിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ടൈറ്റൻസിനെ എല്ലാം ആക്രമിക്കാൻ തുടങ്ങി. നേരെ പോകുന്ന എല്ലാ ടൈറ്റൻസിനെയും അത് ക്രൂരമായി കൊന്നുകളയുന്നു. ഇത് കണ്ട സ്കൗട്ട് ടീം എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നു. പുതുതായി വന്ന ആ ടൈറ്റന് മുന്നിൽ എല്ലാ ടൈറ്റൻസും ഒരുമിച്ച് ശ്രമിച്ചിട്ടും അവനെ തടയാൻ സാധിക്കുന്നില്ല. ഇത് കണ്ട സ്കൗട്ട് ലീഡർ ഉച്ചത്തിൽ പറയും, അവൻ നമ്മുടെ പക്ഷത്ത് തന്നെ. അവൻ സന്തോഷത്തിൽ, ഞാൻ ഇതുപോലെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. അവൻ അവിടെ ഉണ്ടായിരുന്ന ടൈറ്റൻസിനെ എല്ലാം കൊന്ന് ചോരക്കളമാക്കി. ഇത് കണ്ട ബാക്കി ഉണ്ടായിരുന്ന ടൈറ്റൻസ് എല്ലാം അവിടെ നിന്നും പിന്മാറുന്നു. അപ്പോൾ ക്യാപ്റ്റൻ സൗദ മുന്നോട്ട് വന്ന് പറയും, അത് അവനാണ്, ഐറിൻ. അടുത്തവൻ തിരിഞ്ഞ് സ്കൗട്ട് ടീമിന്റെ അടുത്തേക്ക് വന്നു. അവരുടെ മുന്നിലായി മിക്കാസ നിൽക്കുന്നു. അവളെ അവൻ ദേഷ്യത്തിൽ കയ്യിൽ തൂക്കിയെടുക്കുന്നു. പെട്ടെന്ന് ആ ടൈറ്റൻ എന്തോ സംഭവിക്കാൻ തുടങ്ങി. അവൻ മിക്കാസയെ താഴേക്ക് ഇടുന്നു. അപ്പോഴാണ് അവന്റെ ദേഹത്തു നിന്നും പുക വരാൻ തുടങ്ങിയത്. അത് കുഴങ്ങി നിലത്തേക്ക് വീണു. അതിനു ചുറ്റും എല്ലാവരും വന്നു നിന്നു. അപ്പോൾ മിക്കാസ ഓടി വന്ന് അതിന്റെ പുറത്ത് കയറി അതിന്റെ കഴുത്തിന് പുറകിലായി വെട്ടുന്നു. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒന്ന് പുറത്തേക്ക് വീഴുന്നു. നോക്കിയപ്പോൾ അത് ഐറിൻ ആയിരുന്നു. അവന്റെ മുറിഞ്ഞുപോയ കൈയിനും കാലിനും പകരം പുതിയത് വന്നിരിക്കുന്നു. അവിടെ വെച്ച് അറ്റാക്ക് ഓൺ ടൈറ്റൻസ് പാർട്ട് 1 അവസാനിക്കുന്നു. ഈ സിനിമയ്ക്ക് 2ാം ഭാഗമുണ്ട്. അതിൽ ടൈറ്റൻസ് എങ്ങനെ ഉണ്ടായെന്നും ഐറിൻ എങ്ങനെ ടൈറ്റനായി മാറിയെന്നും എല്ലാം പറയുന്നുണ്ട്. ഉടൻ തന്നെ അതും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.